stupid family issue explaining nonsense videos like this. പക്ഷേ ചില കാര്യങ്ങൾ ഐ ബിലീവ് ദാറ്റ് നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. എന്താ പ്രശ്നം? നമ്മളും അമ്മുമ്മയായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ട് ആവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എൻ്റെ അമ്മുമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല, പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ്. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പക്ഷെ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരന്റ്. ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. Probably have left so soon. പക്ഷേ മൈ ഗ്രാൻഡ് മദർ വാസ് ഓൾവേസ് എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. നമ്മൾ പോട്ടെ എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും, പിന്നെ അത് വീണ്ടും നമ്മളങ്ങ് പാച്ചപ്പായി ഫൊഗീവ് ചെയ്ത് കളയും. നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. അമ്മൂമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അമ്മൂമ്മയല്ലേ, അതൊപ്പം നിനക്ക് അങ്ങ് ക്ഷമിച്ച് വിട്ടൂടെ. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവും, ആ പോട്ടെ സാരമില്ല, പ്രായത്തിന്റെ ഇതിൽ ഭ്രാന്ത് കാണിച്ചു. നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവും, ആ പോട്ടെ സാരമില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത. എനിക്കോ? ആരാടാ റമോ നിന്നോട് അപവാദമൊക്കെ പറയും? വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. അതുകൊണ്ട് ഹോം നഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ, തീർത്തു തരാം. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നഴ്സ് വന്നൊരു 15-20 നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ. നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഹോം നഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പന്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നഴ്സും. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അപ്പൂപ്പൻ പാവുക മാം, നമുക്ക് അപ്പൂപ്പനുമായിട്ട് നമ്മളെ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഓവർ ആയില്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.